നേരെ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം ലൈവ് റിപ്പോർട്ട്സ് പോകുന്നത്. പമ്പയിൽ സർക്കാർ നടത്തിയ ആർഭാട ധൂർത്ത് സംഗമം, അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അയ്യപ്പ സംഗമത്തിന്റെ മൊത്തം ചെലവ് 5 കോടി രൂപയാണ്. PR വർക്കിന് മാത്രമായി ചെലവഴിച്ചത് 25 ലക്ഷം. ഈവന്റ് മാനേജ്മെന്റിന്റെ ചെലവ് 1 കോടി രൂപയാണ്. ഇതിന്റെ സമഗ്രമായ ഈ കണക്ക് വിവരങ്ങൾ അരുൺ കൊടുങ്ങൂരാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ ശബരിമലയിൽ അതോടൊപ്പം തന്നെ പമ്പയിൽ ഈ സർക്കാർ നടത്തിയ സംഗമത്തിൽ വലിയ തോതിലുള്ള ചെലവുണ്ടായിരുന്നു എന്ന സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. പ്രത്യേകിച്ച് 5 കോടി രൂപ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ നടത്തിയ പരിപാടിക്കായി ചെലവഴിച്ചു എന്ന സംബന്ധിച്ചുള്ള കണക്കുകളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അരുൺ, ഓരോന്നായി, അതായത് ഈ 5 കോടി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഇവർ ചെലവഴിച്ചത് എന്നതിനെ പറ്റിയാണ് ഈ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം, അതുകൊണ്ട് എന്താണ് ഗുണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. പക്ഷേ അതിന് ഇതുവരെയും ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ എന്ത്, അതിനും കൃത്യമായ ഉത്തരമില്ല. പക്ഷേ ഉത്തരമുള്ള ഒരു കാര്യമുണ്ട്. ഈ 5 കോടി രൂപയാണ് നിലവിൽ അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന് ചിലവായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ്, അതായത് ഒരു കുറ്റമറ്റ രീതിയിലേക്ക് ഈ ഒരു ദിവസം നീണ്ട ഈ സംഗമം നടത്താൻ വേണ്ടിയുള്ള തുകയാണെന്ന് ഓർക്കണം. 1 കോടി രൂപയിലധികം രൂപ ഇതിന് ചിലവഴിച്ചു. 1,64 ലക്ഷം രൂപ ഇതിന് ചിലവഴിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒറ്റ ദിവസത്തിന് വേണ്ടിയാണ് ഈ കോലാഹലങ്ങളൊക്കെ തന്നെ പമ്പയിൽ വെച്ചിരുന്നത്. പമ്പയിൽ നിശ്ചയിച്ചിരുന്നത് വിവിധ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ കൊണ്ട് എന്ത് ഗുണമെന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഇവന്റ് മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ പമ്പയിൽ ഇത്തരം ഒരു സൗകര്യം ഒരുക്കാനായി ചിലവഴിച്ചത് എന്നുള്ള 1,64 ലക്ഷം രൂപ ചിലവഴിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒറ്റ ദിവസത്തെ ഭക്ഷണത്തിന്റെ ചിലവ്, അത് കേട്ടാൽ ഞെട്ടുന്നതാണ്. 21 ലക്ഷം രൂപയാണ് ഈ ഒറ്റ ദിവസം ഈ 3 നേരത്തെ ഭക്ഷണത്തിനായി ഇവർ ചിലവഴിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പമ്പയിൽ ഇപ്പം ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജനൻ TV-യിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ കോടികളുടെ ലക്ഷങ്ങളുടെ ധൂർത്ത് നടന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ PR വർക്ക്, അത് സർക്കാരിനെ സംബന്ധിച്ചോളം വലിയൊരു PR വർക്ക് ഇതിന് കൊടുത്തിരുന്നു. നമുക്ക് ആ ഫ്ലെക്സ് ഒക്കെ തന്നെ വിചിത്രമായ ഫ്ലെക്സ് ആയിരുന്നു. ഒരു ചെറിയ മൂലയിൽ ഭഗവാന്റെ അയ്യപ്പൻ്റെ ചിത്രം വെച്ച്, ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ വലിയ ഫ്ലെക്സുകൾ വെച്ച് നാട് തോറും ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചിരുന്നു. അതിന് ചിലവായിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ ഈ അതിഥികളെ സ്വീകരിക്കാനും അവർക്ക് പാരിതോഷികങ്ങൾ നൽകാനും അത് ചിലവഴിച്ചതും വലിയ ഭീമമായ തുക തന്നെയാണ്. 50 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പമ്പയിൽ ഒരു മനോഹരമായ വേദി ഉണ്ടാക്കി അവിടെയാണ് ഈ ആഗോള തലത്തിലുള്ള ഭക്തരെ കൊണ്ടുവന്ന് ആ ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഒരു വേദിയൊക്കെ ഉണ്ടാക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് വേദിയൊക്കെ നമ്മൾ കണ്ടതാണ്, എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും കണ്ടതാണ്. പക്ഷേ അതിന് കൃത്യമായ ചിലവ് വന്നിരിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ ഈ സംഗമത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപ. ഈ കണക്കുകളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കേവലം 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ശബരിമലയുടെ ഇടത്താവളങ്ങളിലൂടെ നമ്മൾ ഒരു ലൈവത്തോൺ നടത്തിയിരുന്നത്. അത് ഓരോ ഇടത്തും നമ്മൾ കണ്ടതാണ്. ഭക്തർ നേരിടുന്ന ആ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, കേവലം പണത്തിൻ്റെ അഭാവത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നു. എരുമേലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നിലയ്ക്കൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പമ്പയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി തന്നെ ഭക്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ഒരു സമയത്താണ് കേവലം ഒറ്റ ദിവസത്തേക്ക് വേണ്ടി ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം വിളിച്ച് അവിടെ കോടികൾ ചിലവഴിച്ചുകൊണ്ട്, 1ഉം 2ഉമല്ല 5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഇത്തരം ഒരു സംഗമം നടത്തി. ആ സംഗമത്തിൻ്റെ ഉണ്ടായ പണച്ചിലവ് തന്നെയാണിത്. അതിൻ്റെ ഒരു പകുതി പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ പമ്പയിലും ഇലവുങ്കിലും നിലയ്ക്കലും ഒക്കെ തന്നെ ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കായിരുന്നു. KSRTC-യിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പമ്പയിലെത്തി മണൽപ്പുറത്ത് ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ശാശ്വത പരിഹാരം
സംവിധാനം കാണാവുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിന് വിനിയോഗിച്ച സമയം ആ ഭക്തർക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായി തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു മണ്ഡലകാലം കൃത്യമായി തന്നെ സുഗമമായി തന്നെ മുന്നോട്ട് പോയേനെ. പക്ഷേ അതിനൊന്നുമല്ല ശ്രദ്ധ. അത് പക്ഷേ കേവലം ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കൊണ്ട് പിന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം 5 കോടി രൂപ, 1-2 5 കോടി രൂപ ഇതിന് ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത്. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായ കണക്ക് ഹൈക്കോടതിയിൽ കൊടുക്കണം. തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു കണക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാകരുത്. ഹൈക്കോടതി ഉപയോഗിച്ച വാക്കിതാണ്, സുതാര്യമായി തന്നെയാണ് ഫണ്ട് വിനിയോഗം. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകളൊക്കെ തന്നെയും നമുക്ക് ഈ രീതിയിൽ കിട്ടിയത്. പക്ഷേ അല്ലെങ്കിൽ പിന്നീട് ഇതെങ്ങനെയൊക്കെ തന്നെയും തേച്ചു മായ്ച്ച് കളയുന്ന ഒരു രീതിയിലേക്ക് വരും. പക്ഷേ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള ഇടപെടലിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 45 ദിവസത്തിനുള്ളിൽ, സംഗമം നടന്ന 45 ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ സമർപ്പിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ ആ സമയത്തേക്ക് കണക്കുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 മാസം കൂടി ഇനി കാലാവധി വേണമെന്നുള്ള ഒരു കാര്യമാണ് ഈ ഹൈക്കോടതിയോട് നിലവിൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നതിലും ആ വിഷയം അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമാക്കുകയാണ്. വൈകിട്ട് 5 മണിയോടെ നട തുറക്കും. പക്ഷേ ഇതില് വളരെ രസകരമായ ഒരു സംഭവം, PR വർക്കിന് വേണ്ടി 25 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുകയാണ്. PR വർക്കിന് വേണ്ടി മാത്രമായിട്ട്. അതോടൊപ്പം തന്നെ അലങ്കാരത്തിന് വേണ്ടി 20 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നു. സ്വാമി അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്ന ഒരു സംഗമത്തിനാണ് ഈ രീതിയിലുള്ള PR വർക്കും ഈ രീതിയിലുള്ള അലങ്കാരം എന്നൊക്കെ പറയുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ മാസം 7-ാം തീയതിയാണല്ലോ നമ്മൾ ലൈവത്തോൺ എന്ന പേരിൽ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിലൂടെ ഒരു വലിയ യാത്ര നടത്തിയത്. അരുൺ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാരാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് നമ്മൾ കണ്ടത് ഒരു തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഇടത്താവളങ്ങളിൽ ഒരുക്കിയിട്ടില്ല എന്നതാണ്. അത് എരുമേലിയിലും നിലയ്ക്കലിലും പോലും ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകളാണ് എരുമേലി, നിലയ്ക്കൽ എന്നൊക്കെ പറയുന്നത്. അവിടെ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വരുന്നൊരു വാർത്ത, നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള KSRTC സർവീസ് ഇപ്പോൾ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ വാർത്ത മിഥുൻ മുരളി ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമല എന്ന് പറയുന്നത് ഒരു കറക്ക് കമ്പനി എന്ന നിലയിലാണ് ദേവസ്വം ബോർഡും ഈ സർക്കാരും കാണുന്നത് എന്ന് വേണമല്ലോ അരുൺ മനസ്സിലാക്കാൻ. തീർച്ചയായും നമുക്കറിയാം, നമ്മൾ ആ ഒരു ദിവസം ശരിക്കും വേദനയോടെ തന്നെയായിരുന്നു. ഞാൻ എരുമേലിലായിരുന്നു ഉണ്ടായിരുന്നത്. എരുമേലിൽ നിന്ന് വേദനയോടെ തന്നെയായിരുന്നു. എരുമേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നത് ശബരിമല, ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമെന്നത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കേവലം മീറ്ററുകൾക്കകലെ ആ വൃത്തിഹീനമായി കിടക്കുന്ന ആ തോട് പോലും ഒന്ന് ശുചീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഇങ്ങ് പമ്പയിൽ ആർഭാടപൂർവ്വം ഇങ്ങനെ ഒരു സംഭവം നടത്തുക. അതോടൊപ്പം തന്നെ അവിടെ ആരോഗ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ, കേവലം 2 മുറിക്കുള്ളിൽ മാത്രമാണ് ഇത്ര ഭക്തർക്കുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. ഇതിനൊന്നും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ആ സർക്കാർ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങൾ, അതുതന്നെയാണ് ഇവിടെ ഈ ആർഭാട സംഗമം ഒരു ദിവസത്തേക്ക് നടത്തി ഈ 5 കോടി രൂപ എന്ന് മുതൽ മുടക്കി നടത്തിയിരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരാനുണ്ട്. എന്തായാലും ആ ഒരു വാർത്തയ്ക്കായി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ 5 കോടി രൂപ അത് ആര് കൊടുത്തു എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ആരൊക്കെയാണ് പണം നൽകിയത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി പറയുകയും ചെയ്തത്. എന്താണ് ഈ സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, അതിന് പക്ഷേ കൃത്യമായ ഉത്തരം കൊടുത്തിരുന്നില്ല. പക്ഷേ എന്തിനാണ് ഈ സംഗമം നടത്തി മുന്നോട്ട് പോകുന്നത്, ഇതിനാരൊക്കെ തന്നെ പണം നൽകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ഉത്തരം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഭക്തരെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, വലിയ രീതിയിലുള്ള വിഷമതകളൊക്കെ തന്നെ സഹിച്ചുകൊണ്ടാണ് കഠിനമെൻ്റെ അയ്യപ്പ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആ ഒരു അവസ്ഥ യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥയിലേക്ക് തുടക്കമാണ്. ഇന്ന് 1-ാം തീയതിയിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായുള്ള വീഴ്ച ഉണ്ടാകുന്നു. മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വന്ന ഏറ്റവും ഗുരുതരമായുള്ള വീഴ്ച, അവലോകന യോഗങ്ങൾ പ്രഹസനമായതിൻ്റെ ഏറ്റവും
പ്രധാനപ്പെട്ട നേർസാക്ഷികൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ഓരോ ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോഴും ഇവിടെ ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ അവർ കേവലം ഒരു ദിവസം നടത്തിയ ഒരു ചർച്ചയിലൂടെ ശബരിമലയുടെ ഖ്യാതി അങ്ങ് ലോകത്തിന് നെറുകയിലേക്ക് എത്തിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു PR വർക്കില്ലാതെ ഒരു തരത്തിലുള്ള ഈ മുൻകൂറായി വലിയ അറിയിപ്പുകളൊന്നുമില്ലാതെ ഈ ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്താൻ പോവുകയാണ്. അവിടെ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ്, അചഞ്ചലമായ വിശ്വാസമാണ്. ഭഗവാനിലേക്ക് സർവ്വതും സമർപ്പിച്ച ഒരു ഭക്തജനങ്ങളാണ്. അവരാണ് ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അവരൊരു PR വർക്ക് കണ്ടിട്ടല്ല ശബരിമലയിലേക്ക് വരുന്നത്. അവർ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടിട്ടല്ല വരുന്നത്. ഇവിടെ ഒരു സൗകര്യമില്ലെങ്കിലും അവരൊക്കെ അത് സഹിച്ചു വരും. കാരണം 41 ദിവസം നോമ്പെടുത്തുകൊണ്ട് മാലയിട്ടുകൊണ്ട് ഭഗവാൻ എന്നുള്ള ഒരേ ഒരു വിശ്വാസം, ഒരേ ഒരു വികാരം അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഭക്തജന ലക്ഷങ്ങളാണ്. അവർക്ക് ഈ PR വർക്കിൻ്റെ ഒരു ആവശ്യമില്ല.